ഹായ് ഫ്രണ്ട്സ്, രാജേഷാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 85 മോഡലൊരു ജീപ്പാണ്. കുറച്ചൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ആൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാള് അല്ലേ? അപ്പോൾ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓണർ പറഞ്ഞുതരും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഹായ്, എൻ്റെ പേര് ഷർഫുദ്ദീൻ. ഇത് 1985 മോഡൽ ജീപ്പാണ്. ഇതിലിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് മാറ്റം വരുത്തിയിട്ടുള്ള കാരണം പെയിൻറ്റിങ്, അതേപോലെ സീറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. ഏകദേശം ഞാൻ ഇതിന് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് 1,70,75,000 ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ട് വണ്ടിൻ്റെ ഇതിൻ്റെ പുറമെ. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ രണ്ട് ലൈറ്റുകളോടാണ്. 2,500 രൂപ വില വരുന്ന LED ലൈറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ സെൻട്രലായിട്ടും കുറച്ച് LED ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ബമ്പറിലും ഇതാണ് രണ്ട് നല്ല ഹെവി ഹുക്കുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കറിങ് വർക്കുകളുണ്ട്, ടീം അഡ്വഞ്ചർ വില്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഈ സൈഡിലും കുറച്ച് നമ്മൾ വില്ലേജിലൊക്കെ കാണുന്ന ടൈപ്പ് രണ്ട് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനം ഉണ്ടല്ലോ, നമുക്ക് 4 രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗ്ലാസ് ഓപ്പൺ പൊസിഷനിലാണ്. ഈ ഒരു ഗ്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വാഹനം ഓടിക്കാം. ടോപ്പിലെ ഹുഡ് നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടും വാഹനം ഓടിക്കാം. ഡ്രൈവർ സീറ്റ്, പാസഞ്ചർ സീറ്റ്, ആ ഒരു ഏരിയയിൽ മാത്രം ഹുഡ് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് വാഹനം ഓടിക്കാം. ഇത് ഇവിടുത്തെ ലോക്കാണ് വരുന്നത്. ഇത് ലോക്ക് ചെയ്തിട്ടാൽ പിന്നെ വേറെ ഒരു ടെൻഷനില്ല, നമുക്ക് കൂളായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം. പുതിയ ടൈപ്പ് വാഹനങ്ങളിലെല്ലാം കാണുന്ന സ്റ്റിയറിങ്ങിൻ്റെ വീലാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിനൊരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 2 സ്പ്ലിറ്റ് സീറ്റുകളും ബാക്കിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ഡയറക്ഷൻ തന്നെ. പിന്നെ 2 ഭാഗങ്ങളിലായിട്ടും സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ഇതിലല്ല. ഒരു സീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലിരിക്കാം. പിന്നെ ഒരു മാറ്റ് കളറാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ചെറിയ സ്റ്റിക്കർ വർക്കുകളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. ബാക്കിൽ വരുന്ന സ്പെയർ വീൽ ഉൾപ്പെടെ 5 വീലുകൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. MRFൻ്റെ റേഡിയൽ ടയേഴ്സ് 215/75ൻ്റെ 15 ഇഞ്ചിൻ്റെ 80 വീൽസാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജിപ്സിയിലൊക്കെ വരുന്ന ആ ഒരു ബലൂൺ റേഡിയസ് ടയേഴ്സ് പോലെ തോന്നിക്കുന്നതാണിത്. ബാക്കിൽ നമ്മൾ ഈ കാണുന്ന പൈപ്പൊക്കെ ആ ഒരു ഹുഡ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് വേറെ ചെറിയ അഡീഷണൽ പൈപ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഹുഡിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ആ ഹുഡ്. 2 ടൈപ്പ് ഹുഡുകൾ വരുന്നുണ്ട്. ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതും, പിന്നെ ആ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗം മാത്രം, ഡ്രൈവറും ആ ഒരു പാസഞ്ചർ സീറ്റും മാത്രം കവർ ചെയ്യുന്നത് ബാക്കിൽ ഓപ്പൺ ആക്കി വയ്ക്കുന്ന രീതിയിലുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഒന്ന്. പിന്നെ ഇതിൽ ബാക്കിലാണ് നമ്മൾ ആ വില്ലസിലൊക്കെ കാണുന്ന ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്.
ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ ഒരു അഡീഷണൽ ലൈറ്റ് റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഈ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ആക്കാം, പക്ഷേ ആ ഒരു സീറ്റുള്ള കാരണം നമുക്ക് അതിൽ വേറെ കാര്യമായിട്ട് യൂസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ബാക്കിലെ സീറ്റ് ഉണ്ടല്ലോ, ഇതിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റാ സുമോ, ക്വാലിസ് എന്ന് പറയുന്ന വാഹനങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ബാക്കിൽ 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് വരുന്നു. ആ ഒരു സീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു മേൽഭാഗവും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വന്നതാണ് ഈ ഒരു സീറ്റ്. ഈ ഒരു ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നോ റോഡ് നോ പ്രോബ്ലം. ഇതാണ് അതിൻ്റെ ഓപ്പൺ. പിന്നെ ഈ വാഹനത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണാം. ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു നോർമൽ ഫുഡ് സ്റ്റെപ്പ് ഒഴിവാക്കിയതിന് ശേഷം വലിയൊരു പൈപ്പ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു റോപ്പിൽ ചുറ്റി വെച്ചതാണ്. ഈ 2 സീറ്റുകൾ നമ്മുടെ ഇൻഡിക്ക V2യുടെ സീറ്റ് യൂസ് ചെയ്തതാണ്. ഇത് അഡ്ജസ്റ്റബിൾ കൂടെയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നോർമൽ ജീപ്പിൽ കാണുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ്. സ്റ്റോപ്പർ ലിവർ ഈ ഇതാണ് വരുന്നത്. അതിൻ്റെ നോബൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഗിയർ നമ്മൾ ഇത് മാറിയിട്ടുണ്ട്. ഇതിന് 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 4+1, 4+ റിവേഴ്സ്. ഇതാണ് ന്യൂട്രൽ വരുന്നത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, ഇത് തേർഡ്, ഇതാണ് 4th ഗിയർ വരുന്നത്. ഇനി കാണുന്നത് നമ്മൾ റിവേഴ്സ്, ഏറ്റവും ലാസ്റ്റ് ഇത്. വൈപ്പർ മോട്ടോഴ്സൊക്കെ കാണുന്നുണ്ട്. ഓട്ടോറിക്ഷയിലൊക്കെ കാണുന്ന ആ ഒരു സിംഗിൾ ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എൻജിനൊക്കെ കാണാം. നമ്മളിപ്പോൾ കാണുന്ന ഈ വാഹനത്തിൻ്റെ എൻജിൻ മുൻകാലങ്ങളിൽ മാറ്റി വന്ന ഒരു എൻജിനാണ്. ഇതിലിപ്പോൾ ഈ കാണുന്ന എൻജിൻ എന്ന് പറഞ്ഞ് MDIയുടെ 3200A എന്ന് പറയുന്ന എൻജിനാണ്. ഇതൊരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എൻജിനാണ്. 2523cc ഈ ഒരു എൻജിൻ 58 HP 3200 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 16.55 kg ടോർക്ക് 1500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ടൈപ്പ് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ആൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് ആ ഒരു തമിഴ് മൂവി ഉണ്ടല്ലോ, കാക്ക കാക്ക എന്ന് പറഞ്ഞിട്ട്, അതിലൊക്കെ ഉള്ള ആ പാട്ട് സീനൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു വാഹനം പവർ സ്റ്റിയറിംഗ് അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഓടിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ടേണിംഗ് റേഡിയസ് ഈ വാഹനം എടുക്കുന്നുണ്ട്.
പോരാതെ തന്നെ ഇതിൻ്റെ വീൽസും കുറച്ച് നല്ല സൈസുള്ള ഒരു വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. ഈ ഓപ്പൺ ടൈപ്പിലൊരു ജീപ്പ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ വേറെ നമുക്ക് പിടുത്തങ്ങളൊന്നുമില്ല, ആ ഒരു സ്റ്റിയറിങ്ങിലുള്ള ആ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ. സീറ്റ് ബെൽറ്റ് ഒന്നുമില്ല ഈ ഒരു വാഹനത്തിന്, ഡോറുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. പക്ഷേ ഓടിച്ച് തന്നെ അത് അങ്ങ് ശീലമാവുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു നല്ല ക്ലൈമറ്റിൽ ഇങ്ങനെ ഓപ്പണായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. ഈ ഒരു റോഡിന്, ചെറിയ റോഡിന് നമുക്ക് മേലേക്ക് പോയി നോക്കാം. ചെറിയ റോഡുകളാണ്. നമ്മളിപ്പോൾ ജീപ്പാകുമ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല, എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ വെയിൽ വരുന്നുണ്ട്, നമുക്ക് ഹുഡ് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഏതായാലും ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ തോന്നുന്ന 4 ഗിയറുള്ളതുകൊണ്ട് നമുക്ക് ആ വലിയൊരു ജർക്കിങ് ഉള്ളിലേക്ക്, ഗിയറിൻ്റെ ജർക്കിങ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വഴിയിൽ വലിയ ആൾത്തിരക്കൊന്നുമില്ല, പക്ഷേ കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ വരുമ്പോൾ. ഏതാണെങ്കിലും ജീപ്പല്ല, നമുക്ക് ഈ ഒരു റോഡിലൂടെ ഒന്ന് പോയി നോക്കാം. ഇത് ഒരു വീട്ടിലേക്കുള്ള വഴിയാണ് തോന്നുന്നു, വെട്ടി ഇറക്കി വെച്ചതാണ്. വലിയ വാഹനങ്ങളൊന്നും ഡെയിലി പോകുന്ന റോഡല്ല കണ്ടിട്ട്. ഈ ഒരു വളവിൽ നമുക്ക് ഈ വാഹനം ഒറ്റയടിക്ക് ഓടിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം എനിക്ക് പണ്ട് അമ്മച്ചൻ പറഞ്ഞു തന്നൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങൾ നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്ന സമയമുണ്ടല്ലോ, നമ്മൾ ഫുള്ളായിട്ട് ബാക്കിലേക്ക് ഓടിക്കുന്നു. അത് നിർത്തിയിട്ട് ഓടിക്കുന്നതിന് പകരം വാഹനം ആ മുന്നേക്ക് പോകുന്ന ആ ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ വാഹനം നിർത്തിയിട്ട് ഓടിക്കുന്ന അത്ര ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല. കൂളായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റിയറിങ് ഓടിക്കാൻ കഴിയും. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങളെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് മുന്നേക്ക് പോകാം. ഇനി ഏതായാലും ഇവിടുന്ന് മേലേക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല, കാരണം അവിടുന്ന് നമുക്ക് വാഹനം ഓടിക്കാനുള്ളൊരു സൗകര്യമില്ല. കാരണം അവിടെ ക്ലോസ് അല്ല, മേലെ എന്തോ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വാഹനത്തിൻ്റെ ഹുഡ് ഇടുന്നൊന്ന് കാണാം.
ഇത് ഇതേ ഇടുന്ന് കാണുമ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്കൊക്കെ ആൾ കഴിക്കുന്നുണ്ട്. എക്സ്പീരിയൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ വെയിൽ വന്നപ്പോഴേക്കും നമ്മളെ വണ്ടി ടോപ്പിൽ ഹുഡൊക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇനി വെയിൽ പേടിക്കേണ്ട, നമുക്ക് പോവാം. സർഫ് ബായിനോട് നമുക്ക് ബായ് പറയേണ്ട സമയമായി. ബായ്. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.